إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയിൽ നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാകാൻ അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തു എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലേക്ക്, നാം അടങ്ങുന്ന ഈ സമൂഹത്തിലേക്ക് നിയുക്തനായി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ദുനിയാവിലെ മറ്റേത് നിഅമത്തുകളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും അമൂല്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും. അല്ലാഹു ആകുന്നു നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചവൻ. യത്ലു അലൈഹിം ആയാതിഹി. ആ റസൂൽ അല്ലാഹുവിൽ നിന്നുള്ള ആയത്തുകൾ അവരെ ഓതി കേൾപ്പിച്ചു. വയുസക്കീഹിം. അങ്ങനെ അവരെ സംസ്കരിച്ചു. നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് ആ റസൂൽ അവരെ നയിക്കുകയുണ്ടായി. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അവർക്ക് പഠിപ്പിച്ചു നൽകി. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവരതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിച്ചതിനെപ്പറ്റി, അവന്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് അവതരിപ്പിച്ചതിനെപ്പറ്റി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ മില്ലത്താണ് നമ്മൾ പിൻപറ്റുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മഹത്തായ കഅബ എന്ന ഭൂമിയിൽ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ കഅബാലയം, ആദ്യ ഗേഹം, അല്ലാഹുവിന്റെ ഭവനം, അത് പടുത്തുയർത്തിയതിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ ഉത്തരമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയുണ്ടായി ഒരിക്കൽ, അന ദഅവതു അബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ എൻ്റെ പൂർവ്വപിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആക്കുള്ള ഉത്തരമാണ്.
വബുശ്ര ഈസ അലൈഹിസ്സലാം, മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ച സന്തോഷ വാർത്തയാണ്. ഇബ്രാഹിം നബിയുടെ ദുആഇനെ പറ്റി അല്ലാഹു പറഞ്ഞു. ഇബ്രാഹിം നബി ദുആ ചെയ്തു അല്ലാഹുവിനോട്, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ, ഇവരിലേക്ക്, അറേബ്യൻ സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. ഇബ്രാഹിം നബിയുടെ ദുആ. നിന്റെ ആയത്തുകൾ അവരെ ഓതിക്കേൾപ്പിക്കുന്ന റസൂൽ, അവർക്ക് കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന റസൂൽ. വയുസക്കീഹിം, അവരെ നന്മയിലേക്ക്, സന്മാർഗത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, തിന്മയിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, ദുർമാർഗത്തിൽ നിന്ന് സംസ്കരിക്കുന്ന റസൂൽ. അങ്ങനെ ഒരു റസൂലിനെ അവരിലേക്ക് നീ നിയോഗിക്കണമേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെപ്പറ്റി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അവിടുത്തെ ബനൂ ഇസ്രായേൽ സമൂഹത്തെ സന്തോഷവാർത്ത അറിയിക്കുകയുണ്ടായി. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ഒരു റസൂൽ, എനിക്ക് ശേഷം, ഇതിനു ശേഷം അഹ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു റസൂൽ, വരാനിരിക്കുന്ന റസൂൽ. ആ റസൂലിനെ പറ്റി ഇതാ ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. ഇസ്രായേൽ സമൂഹമേ, ബനു ഇസ്രായേൽ സമൂഹമേ എന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേലർക്ക് സന്തോഷവാർത്ത അറിയിച്ചതിനെ പറ്റിയും ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പ്രകാശമാണ്, സന്മാർഗത്തിലേക്ക് വഴി നടത്തിയവനാണ്, അള്ളാഹുവിലേക്ക് നയിക്കുന്ന പ്രകാശഗോപുരമാണ്, നരകത്തിൽ നിന്ന് താക്കീത് നൽകുന്നവനാണ്, സ്വർഗത്തിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ, ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ഈ സമൂഹത്തിന് സാക്ഷിയായിട്ടാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു നൽകാനാണ്. അവർ പ്രവർത്തിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന, അവർ ഈ ദീനിനെ കൽപ്പിക്കുന്ന സ്വീകാര്യതയ്ക്ക് താങ്കൾ സാക്ഷിയാണ്. വമുബശ്ശിറൻ വനദീറ, സ്വർഗത്തിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന റസൂലാണ് താങ്കൾ. നരകത്തെ തൊട്ട്, അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷയെ തൊട്ട് താക്കീത് നൽകുന്നവനാണ് താങ്കൾ. വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനാണ് താങ്കൾ. ബിഇദ്നിഹി വസിറാജൻ മുനീറ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നയിക്കുന്ന, പ്രകാശം സ്ഫുരിക്കുന്ന വിളക്കാണ് താങ്കൾ. താങ്കൾ പ്രകാശ ഗോപുരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹിദായത്തിന് കാരണമാണ്. ലലാലത്തിലായിരുന്ന, വഴികേടിലായിരുന്ന സമൂഹത്തെ ഹിദായത്തിലേക്ക്, നന്മയിലേക്ക് വഴി നടത്തുന്ന റസൂൽ. അള്ളാഹു പറഞ്ഞു, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം ഖുർആൻ താങ്കൾക്ക് നാം വഹിയായി നൽകിയിരിക്കുന്നു. റൂഹ് എന്നാണ് ഖുർആനിനെ അള്ളാഹു ഈ ആയത്തിൽ വിശേഷിപ്പിച്ചത്. അള്ളാഹു എന്നുള്ള റൂഹായി ഖുർആനിനെ താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു. മുമ്പ് താങ്കൾക്ക് കിതാബ് എന്താണെന്ന് അറിയില്ലായിരുന്നു, ഈമാൻ എന്തെന്ന് അറിയില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ താങ്കൾക്ക് ഒരു പ്രകാശമായി നൽകി. നഹ്ദീ ബിഹി മൻ നശാ, അത് മുഖേന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗദർശനം നൽകുന്നു. വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തി മുസ്തഖീം, അള്ളാഹുവിന്റെ റസൂലേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് താങ്കൾ ഈ ഉമ്മത്തിനെ വഴി നടത്തുന്നവനാണ് എന്ന് റസൂലുള്ളാഹിയെ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഏറ്റവും സുത്യർഹമായ അശ്ശഫാഅത്തുൽ ഉൽമ, മഹത്തായ ശുപാർശക്ക് അർഹതയുള്ളത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. അസാ അയ്യബ്അസക റബ്ബുക മഖാമ മഹ്മൂദ, ആ പദവിക്ക് താങ്കൾ അർഹനാണ്. പരലോകത്ത് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ എന്ന് അല്ലാഹു നബിയെ പുകഴ്ത്തുകയുണ്ടായി. ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഇത് കേൾപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു നമ്മെ പഠിപ്പിച്ച വിശേഷണങ്ങളാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ട അഖീദയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ രത്നചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ, അവിടുത്തെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ, പകർത്തിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഖുർആനിൽ 40 ഇടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം, അനുസരിക്കണം എന്നർത്ഥത്തിൽ അല്ലാഹു പറഞ്ഞതായി മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 40 ഇടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ അല്ലാഹു കൽപ്പനയുടെ സ്വരത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് വിലമതിക്കാനാവാത്ത കടമകളും കടപ്പാടുകളും ഹക്കുകളുമുണ്ട്. സഹോദരങ്ങളെ, അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂലിനോട് നാം പാലിക്കേണ്ടുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടു പാതിയും ഒരുപോലെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക്, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് സത്യസന്ധമായി പ്രഖ്യാപിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് നിർബന്ധമായും പാലിക്കേണ്ടുന്ന ബാധ്യതകളുണ്ട്, ഹക്കുകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ ചാണിനു ചാണായി, മുഴത്തിനു മുഴമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പകർത്തിയെടുക്കുക, അവിടുത്തെ സമ്പൂർണമായി പിൻപറ്റുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, റസൂലെ അവരോട് പറയുക, അല്ലാഹുവിനോടുള്ള അവരുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നവരോട് പറയുക. റസൂലെ, അല്ലാഹുവിന്റെ റസൂലിനെ സത്യസന്ധമായി പിൻപറ്റലാണ് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം. എങ്കിൽ എന്തു സംഭവിക്കും? അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവരാണെങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു പറയുന്നു നിങ്ങളെ അല്ലാഹു സ്നേഹിക്കും, അല്ലാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്കുണ്ടാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ തിന്മകൾ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, പുറത്തു നൽകും, അല്ലാഹു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അവിടുത്തെ മാർഗം, അവിടുത്തെ ചര്യ, അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയെടുക്കുക, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ സത്യസന്ധമായ അടയാളം. അല്ല, അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സത്യസന്ധമായ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. ഏതു കാര്യത്തിലാണ് നമ്മുടെ റസൂലിൽ നമുക്ക് മാതൃകയില്ലാത്തത്? നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ മൗനത്തിൽ, നമ്മുടെ ചലനത്തിൽ, നമ്മുടെ അടക്കത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ സൽക്കർമ്മങ്ങളിൽ, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ ആചാരങ്ങളിൽ, ടോയ്ലറ്റിലേക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്നിടത്ത് വരെ, ഇണയുമായുള്ള രഹസ്യബന്ധത്തിൽ ഉരുവിടേണ്ടുന്ന വാചകങ്ങളിൽ വരെ, ഏത് കൈകൊണ്ട് തിന്നണം കുടിക്കണം, എന്തു തിന്നണം കുടിക്കണം, എന്തുടുക്കണം എന്തുടുക്കാതിരിക്കണം, എങ്ങനെ നീ ഒരുങ്ങണം, എന്തു ചേല് കെട്ടണം, എന്തു കോലം പ്രാപിക്കണം, എന്തു വസ്ത്രം നീ ധരിക്കണം, എന്താണ് അതിന്റെ മാനദണ്ഡം, കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, സുന്നത്തിൽ എന്തു കാര്യത്തിലാണ് നമുക്ക് മാതൃകയില്ലാതെ പോയത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? അത് പ്രസക്തമായ ചോദ്യമാണ്. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക്, സ്വർഗമുണ്ട്, നരകമുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട് എന്നുറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, വൽ യൗമൽ ആഖിർ, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നവർക്ക്, ഈ ദുനിയാവ് ഒന്നിന്റെയും അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്, പരലോകത്തേക്കുള്ള സുദീർഘമായ യാത്രക്കിടയിലെ ഒരിടവേള മാത്രമാണ്, വിശ്രമവേള മാത്രമാണ് ഈ ദുനിയാവിലെ പരീക്ഷണാലയമാകുന്ന ജീവിതം എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്ക്, അള്ളാന്റെ പടപ്പുകളെ ഓർക്കുന്നവർക്കല്ല, പടപ്പുകളുടെ ജീവിതത്തിലേക്ക് തങ്ങളുടെ ജീവിതത്തെ തുലനം ചെയ്യുന്നവരിലേക്കല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി പിൻപറ്റുക, ഇതാണ് അവിടുത്തോടുള്ള മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഹക്ക്, മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവർക്കുള്ള ഒന്നാമത്തെ ഹക്ക്. രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുക. മറ്റാരോടും എന്തിനോടുമുള്ള സ്നേഹത്തെക്കാൾ, സ്വന്തം നഫ്സിനോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾ തങ്ങളുടെ സ്വന്തം ദേഹത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തവരാണ്. സ്വദേഹങ്ങളെക്കാൾ മുഅ്മിനീങ്ങൾക്ക് അടുപ്പം അല്ലാഹുവിന്റെ റസൂലിനോടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ തിരുനാവിലൂടെ അല്ലാഹു വഹിയായി അറിയിച്ചുവല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാകുകയില്ല
നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, മറ്റേതു ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ സ്വന്തത്തെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരായി മാറണം മുസ്ലിമീങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ പ്രഖ്യാപനത്തിന്റെ സത്യസാക്ഷ്യത്തിന്റെ രണ്ടാമത്തെ ബാധ്യത അതാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും മികച്ചു നിൽക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരായി, അവിടുന്ന് നമുക്ക് കാഴ്ചവെച്ച് മാതൃകയാക്കി തന്ന അള്ളാഹു പൂർത്തീകരിച്ച ദീനിനെതിരായി ഒരു വാക്കുപോലും ഉരുവിടാതിരിക്കണം. ഇതാണ് മൂന്നാമത്തെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലി. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിൽ ഈമാനുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിൽ ഈമാനുള്ളവരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് സത്യസന്ധമായി ഖൽബിൽ തൊട്ട് നാവ് കൊണ്ട് ഉരുവിട്ടവരെ, അത് ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കാൻ പ്രതിജ്ഞാബദ്ധരായവരെ, മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലി. നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും മുന്നിൽ കടക്കരുത്, പിന്നെ നടക്കണം. അല്ലാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾക്ക് പിന്നിൽ സമ്പൂർണമായത് പകർത്തിയെടുത്ത് പിന്നിൽ നടക്കുന്നവരാകണം നിങ്ങൾ. ആ മാർഗത്തിൽ പിന്തുടരുന്നവരാകണം നിങ്ങൾ. മുന്നിൽ കടക്കരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, അല്ലാഹുവിനും അവന്റെ റസൂലിനും മുന്നിൽ കടക്കരുത് എന്ന് പറഞ്ഞാൽ ലാ തഖൂലു ഖിലാഫൽ കിതാബി വസുന്ന, ഖുർആനിനും സുന്നത്തിനും എതിരായി മുസ്ലിമേ, ഖുർആനിനും സുന്നത്തിനും എതിരായി മുസ്ലിമേ നീ സംസാരിക്കരുത്, നീ ഉരിയാടരുത്, നീ മിണ്ടിയേക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മുഅ്മിനീങ്ങളെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിനെതിരെ, കിതാബിനെതിരെ, സുന്നത്തിനെതിരെ, അല്ലാഹുവിന്റെ റസൂലിനെതിരെ ശബ്ദിക്കുക, അല്ലാഹുവിനും റസൂലിനും മുന്നിൽ കടക്കുക എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ദീനിലുണ്ടാക്കുന്ന പുത്തനാചാരങ്ങൾ. അല്ലാഹുവിനോ അവന്റെ റസൂലിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോ ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, ഉത്തമരായ തലമുറ എന്റെ തലമുറ, അതിനുശേഷം വരുന്നവർ പിന്നീട്, അതിനുശേഷം അവരെ തുടർന്ന് വരുന്നവർ പിന്നീട് താബിഈങ്ങളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന റസൂലുള്ള ഉത്തമർ എന്ന് വിശേഷിപ്പിച്ച ആദ്യ 3 നൂറ്റാണ്ടുകാർ, 3 തലമുറക്കാർ, ഇവരുടെ മാർഗത്തിനു പരിചയമില്ലാത്ത, അവർ കന്യമായ ദീനിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ബിദ്അത്തുകൾ, പച്ചയായി പറഞ്ഞാൽ പുത്തനാചാരങ്ങൾ, ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുന്ന് കാണിച്ചു തന്ന ദീനിന് മുന്നിൽ കടക്കലാണ്, കിതാബിനും സുന്നത്തിനും എതിര് പറയലാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവിടുന്ന് നമ്മെ കേൾപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരാണോ ഈ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ, ദീനിൽ പുതിയൊരു കാര്യം അതിലില്ലാത്തതുണ്ടാക്കിയത്, അത് തള്ളപ്പെടേണ്ടതാണ്. ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നത് തള്ളണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഇനി അവൻ പുതുതായി ഉണ്ടാക്കണ്ട, നാട്ടിലത് കാലങ്ങളായി നടക്കുന്നതാണ്, കാക്ക കാരണവന്മാരായി നമുക്ക് പകർന്നു കിട്ടിയതാണ്, എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ആചാരമാണത്, എല്ലാവർക്കും പൊതുസമ്മതമുള്ള ഇസ്ലാമിന്റെ മഹത്തായ പാരമ്പര്യമാണത്, പൈതൃകമാണത്. നമ്മളത് പിൻപറ്റി, നമ്മളത് അതുപോലെ പ്രവർത്തിച്ചു എന്നേ ന്യായം പറയുന്നത്. പക്ഷേ മൻ അമില അമലൻ, ആര് പ്രവർത്തിച്ചത് പിൻപറ്റിയാലും പുതുതായി ഉണ്ടാക്കിയാലും ദീനിൽ അല്ലാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും പരിചയമില്ലാത്ത ഫഹുവ റദ്ദുൻ, അത് തോട്ടിലെറിയേണ്ടതാണ്, അത് കാറ്റിൽ ധൂളികളായി പറത്തപ്പെടേണ്ടതുപോലെ നിഷ്ഫലമാകുന്ന, നിർവീര്യമാകുന്ന അമലുകളാണ്, തള്ളപ്പെടേണ്ടതാണ്, അസ്വീകാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ സംസാരങ്ങളിലും, ഇതുപോലെ മിമ്പറിൽ കയറിയുള്ള ഖുതുബകളിലും അവിടുന്ന് സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് ആവർത്തിച്ചെപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള വാചകങ്ങളാണ്, നിങ്ങൾ ദീനിലുണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങളെ സൂക്ഷിക്കണം,
ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുത്തൻ കാര്യങ്ങളും ദീനിൽ ഉണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങളും ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ അനാചാരങ്ങളും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന ദീനിൽ ഇല്ലാത്തത് ദീനായി, നന്മയായി, ആചാരമായി, അനുഷ്ഠാനമായി ആചരിക്കുക, കൊണ്ടാടുക എന്നത് അല്ലാഹുവിനും റസൂലിനും മുന്നിൽ കടക്കലാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാചകം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, മൻ അഹ്ദസ ഫീ ഹാദിഹിൽ ഉമ്മത്തി ശൈഉൻ ലം യകുൻ അലൈഹി സലഫുഹാ ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന ദീനിൽ അതിലില്ലാത്തത്, ഇതിലെ മുൻഗാമികൾ ചെയ്യാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ചില റിവായത്തുകൾ കാണാം യറാഹ ഹസന, അത് നല്ലതല്ലേ, നന്മയല്ലേ, മൗലീദല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, മദ്ഹല്ലേ, ഇങ്ങനെ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചക ദൗത്യം, അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു, റസൂൽ അത് മറച്ചുവെച്ചു, നമുക്ക് അറിയിച്ചു തന്നില്ല എന്നാണ് അവൻ വാദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ഈ ദീൻ പൂർത്തിയാക്കിയതാണ്. അല്ലാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഇന്നേ ദിവസം ഈ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു അന്ന് റസൂലുള്ളാഹിന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇൽ ഇറക്കിയ ആയത്ത്, ഈ ആയത്തിൽ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് ഫമാ ലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് 14 മുമ്പ് റസൂലുള്ളാഹിയും സ്വഹാബത്തും ജീവിച്ചിരുന്ന കാലത്ത് ദീനല്ലാത്തത് ഇന്നും ദീനല്ല, ഒരു കാലത്തും ദീനല്ല. അതിനപ്പുറത്ത് ദീനിൽ കടത്തി കൂട്ടുന്നത് ബിദ്അത്തുകളാണ്, വഴികേടാണ്, നരകത്തിലേക്കുള്ള മാർഗമാണ്, അല്ലാഹുവിനും റസൂലിനും മുന്നിൽ കടക്കലാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈമാൻ പ്രഖ്യാപിക്കുന്ന ഷഹാദത്തിന്റെ രണ്ടാം പാതി അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ടുന്ന ഹക്കുകൾ, കടമകൾ, അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി പിൻപറ്റുക, ആരെക്കാളും എന്തിനേക്കാളും സ്വന്തത്തെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക, അല്ലാഹുവിനും റസൂലിനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാഴ്ചവെച്ച ദീനിനും എതിരായി ശബ്ദിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. നന്മയാണെന്ന അവകാശവാദത്തിൽ പോലും അന്ന് റസൂലുള്ളാഹിയും സ്വഹാബത്തും കാണിക്കാത്ത പുതിയൊരു കാര്യം ദീനിൽ കടത്തിക്കൂട്ടാതിരിക്കുക. സഹോദരങ്ങളെ, ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ അല്ലാഹുവിന്റെ ദീനിനെതിരായി, അല്ലാഹുവിന്റെ റസൂലിനെതിരായി, അല്ലാഹുവിനെതിരായി, അല്ലാഹുക്കും റസൂലിനും കിതാബിനും സുന്നത്തിനും മുന്നിൽ കടക്കുന്ന കടുത്ത, ഗുരുതരമായ, നീചമായ പുത്തനാചാരങ്ങളിൽ, ബിദ്അത്തുകളിൽപ്പെട്ട മൗലിദാഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമെന്ന വ്യാജേന നമ്മുടെ നാട്ടിലിതാ കൊണ്ടാടപ്പെടുകയാണ്. ആഘോഷങ്ങൾ ഇപ്പോൾ തന്നെ പൊടിപിടിച്ചു തുടങ്ങി. റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. അആദനല്ലാഹു വഇയ്യാകും മിൻ ഹാദിഹിൽ ഫിതൻ. സഹോദരങ്ങളെ, മൗലിദാഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വാദിച്ച് അവിടുത്തോടുള്ള സ്നേഹപ്രകടനമാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം എന്ന് വാദിക്കുന്നവർ, അവരോട് നമുക്ക് പറയാനുള്ളത്, ഇത് ദീനിലില്ലാത്ത പുത്തനാചാരമാണ്, ഇത് വൻ പാപമാണ്. ഇതിന് സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ പോലും പിന്തുണ നൽകുന്നവർക്ക് നാളെ പരലോകത്ത് വലിയ നഷ്ടവും ശിക്ഷയും നേരിടേണ്ടി വരുമെന്നതാണ്. കാരണം ഇത് ദീനിൽ യാതൊരു തെളിവുമില്ലാത്ത ബിദ്അത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്.
നരകത്തിലേക്കുള്ള മാർഗമാണിത്. അല്ലാഹുവിന്റെ റസൂലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ അവർക്ക് ശേഷം താബിഈങ്ങളോ താബിഉ താബിഈങ്ങളോ ഈ ഉമ്മത്തിന്റെ അയിമ്മത്തുകളോ അലിമാം അബൂ ഹനീഫ, അലിമാം മാലിക്, ഇമാം ശാഫിഈ, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുമുല്ലാഹ് അജ്മഈൻ മദ്ഹബിന്റെ എല്ലാവർക്കും സ്വീകാര്യരായ ഈ ഇമാമീങ്ങളോ മുസ്ലിം ഉമ്മത്തിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരോ ഉലമാക്കളോ ആരും ഒരു സൂചന കൊണ്ടുപോലും, ഒരു കിതാബല്ല, ഒരേടല്ല, ഒരു ഖണ്ഡികയല്ല, ഒരു വരിയല്ല, ഒരു സൂചന പോലും നൽകാത്ത കടുത്ത ബിദ്അത്താണ്, പുത്തനാചാരമാണ്, വലിയ തിന്മയാണ് മൗലിദാഘോഷം എന്നുള്ളത് ആദ്യമായി നാം ഏവരെയും ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇതാരാണ് മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത്, കടത്തിക്കൂട്ടിയത്? ഈ മൗലിദാഘോഷവാദികൾ തന്നെ പാടിപ്പറയുന്ന മാലയിലെ വരികളാണല്ലോ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 വരെ ഒരാൾക്കും ഇത് പരിചയമില്ല. ആരൊക്കെ പോയി അവിടെ? സ്വഹാബത്ത് പോയി, താബിഈങ്ങൾ പോയി, താബിഈങ്ങൾ പോയി. റസൂലുള്ളാഹി ഉത്തമൻ എന്ന് വിശേഷിപ്പിച്ച, അല്ലാഹുവിന്റെ ദീൻ ആദ്യം കേട്ട, അത് പ്രയോഗത്തിൽ വരുത്തിയ, സ്വർഗത്തിൽ നമ്മെ മുൻകടക്കുന്ന, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട എല്ലാവരും അവിടെ പോയി. അവർക്കൊന്നും പരിചയമില്ലാത്ത മൗലിദാഘോഷമാണിത്. മറിച്ചാരാണ് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഇത് കടത്തിക്കൂട്ടിയത്? ഷിയാക്കളിൽപ്പെട്ട റാഫിളകളായിട്ടുള്ള ഉബൈദികൾ, ഫാത്തിമിയാക്കൾ, കറാമിത്തകൾ, അവരാണ് ആദ്യമായി അറേബ്യൻ നാടിൽ, പ്രത്യേകിച്ച് ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 300-കൾക്ക് ശേഷം ഇതാദ്യമായി സ്ഥാപിച്ചത്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത എന്നറിയോ? മൗലൂദാഘോഷവാദികളുടെ പൂർവ്വപിതാക്കളുടെ വിശേഷണങ്ങൾ എന്തായിരുന്നു എന്നറിയോ? അവരുടെ മേന്മകൾ എന്തായിരുന്നു എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ ചീത്തവാക്ക് വിളിക്കുന്ന, ശപിക്കുന്ന, ലാനത്ത് ചൊല്ലുന്നവർ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ അഭിസാരിക എന്ന് വിശേഷിപ്പിക്കുന്നവർ, വ്യഭിചാരാരോപണം നടത്തുന്നവർ, അതിനപ്പുറത്ത് മദ്യവും പെണ്ണും വ്യഭിചാരവും തോന്നിവാസങ്ങളും ഹലാലാക്കിയവർ, തോന്നിവാസികൾ, യഹൂദ നസാറാക്കളെക്കാൾ വഴിപിഴച്ചവർ എന്ന് മുസ്ലിം ഉമ്മത്തിലെ ഇമാമിങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠർ ദുർവിശേഷണം നൽകി അതപ്പതിപ്പിച്ചവർ. ഇവരാണ് ഈ മൗലിദാഘോഷത്തിന്റെ തുടക്കക്കാർ. മൗലിദാഘോഷവാദികളെ, നിങ്ങളുടെ പാരമ്പര്യം ആരിലേക്കാണ് ചെന്നെത്തുന്നത് എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. അല്ലാഹുവിന്റെ റസൂലിലേക്കാണോ, സ്വഹാബത്തിലേക്കാണോ, അയിമ്മത്തുകളിലേക്കാണോ, ആരിലേക്കാണ്? ഇവരാണ് അവരുടെ പാരമ്പര്യക്കാർ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 മീലാദ് ആഘോഷത്തിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. റബീഉൽ അവ്വൽ 12 നബി ജനിച്ചു എന്ന വാദഗതി മുന്നിൽ നിർത്തിയിട്ടാണ് ഇവർ മൗലിദാഘോഷം നടത്താറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് കൃത്യമായി, വ്യക്തമായി, അനിഷേധ്യമായി, ഖണ്ഡിതമായി പറയാൻ ചരിത്ര രേഖകൾ കൊണ്ട് സാധ്യമല്ല. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. റബീഉൽ അവ്വൽ മാസത്തിലാണോ എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെയാണ് റബീഉൽ അവ്വൽ മാസം പോയിട്ട് റബീഉൽ അവ്വൽ 12-ന് നബിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ വകുപ്പുള്ളത്? ഇതിന്റെ നിരർത്ഥകതയെ അറിയിക്കുന്ന മറ്റൊരു വസ്തുത ഇതാണ്. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് തന്നെ കടുത്ത ബിദ്അത്താണ്, വൻപാപമാണ്. ഇത് നടപ്പിലാക്കുന്നവർ, ഇത് ആഘോഷമായി കൊണ്ടാടുന്നവർ അതിനോടനുബന്ധമായി അതിലും കടുത്ത ബിദ്അത്തുകൾ അതിനോടനുബന്ധമായി ചെയ്യുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ആദ്യവാചകത്തെ, തൗഹീദിനെ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്ന ശുദ്ധമായ തൗഹീദിനെ, അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അല്ലാഹു കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന് വകവെച്ചു കൊടുത്ത് പച്ചയായ ശിർക്കിന്റെ വാചകങ്ങൾ ഉരുവിട്ടും അത് നടപ്പിലാക്കിയും ഇവർ മൗലിദ് ആഘോഷിക്കുന്നു. ഇതിന്റെ തീവ്രത, ഇതിന്റെ ബിദ്അത്തിന്റെ കടുപ്പം, ആ തിന്മയുടെ നീചത്വം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ആഘോഷത്തിലൂടെ ദിനം പ്രതി. സഹോദരങ്ങളെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന് പറഞ്ഞ് ഇവരോതുന്ന മൗലീദിന്റെ വരികളിൽ ശിർക്കിന്റെ വാചകങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനോട് തേടുന്നത് പോലെ പാപമോചനം തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലീദ് പാരായണം ചെയ്യുന്ന സദസ്സിൽ സന്നിഹിതനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ പാരായണം ചെയ്യുന്നു. ഹാദൻ നബിയ്യു മഅൽ അഹ്ബാബി ഖദ് ഹദറ വസാമഹൽ കല്ല ഫീമാ ഖദ് മളാ വജറ. നോക്കൂ നിങ്ങൾ, ഈ വരി മൗലീദിലെ വരികളാണ്. ഇത് പാടുന്നവൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഈ സദസ്സിൽ ഹാജരാകുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിച്ചിരിക്കുന്നവരോടൊപ്പം സദസ്സുകളിൽ സന്നിഹിതനാകാനുള്ള അഭൗതികമായ കഴിവുണ്ട് എന്ന വിശ്വാസം. അതിനപ്പുറത്ത് വസാമഹൽ കല്ല ഫീമാ ഖദ് മളാ വജറ, ഇവിടെ ഇരിക്കുന്നവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തോടെ അതില്ലാതാകുന്നു. കഴിഞ്ഞുപോയത് മായ്ക്കപ്പെടുന്നു, സംഭവിക്കുന്നത് അതില്ലാതാകുന്നു എന്ന വിശ്വാസം. അള്ളാഹുവിലേക്കുള്ള അവലംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുക്കുന്ന ശിർക്കിന്റെ വരികൾ ഈ മൗലിദാഘോഷത്തിന്റെ പേരിൽ പാടുന്നു, പുകൾ പേറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അഞ്ചാമത്തെ കാര്യം, ഒരു കാര്യം അതാവർത്തിച്ചാവർത്തിച്ച് ചെയ്യുക. ഒരു ദിവസം പ്രത്യേകം നിശ്ചയിച്ച് വർഷാവർഷം ആ ദിവസം വീണ്ടും ആവർത്തിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആചരിക്കുക, ആവർത്തിക്കുക എന്നത് ആ ദിവസത്തെ ഈദാക്കുന്നതിന് സമാനമാണ്. ഒരു ദിവസം നിശ്ചയിച്ച്, ഇപ്പൊ ഇവിടെ പല ദിവസങ്ങളുമുണ്ട്, ന്യൂ ഇയർ, അതുപോലെ തന്നെ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, മറ്റ് ഡേ, ഇങ്ങനെ ഒരു ദിവസത്തെ വർഷത്തിൽ നിശ്ചയിച്ച് വർഷാവർഷം ആ ദിവസം വരുമ്പോൾ ആ ഓർമ്മകൾ അയവർക്കുക. ഇതിന് ഇസ്ലാമിന്റെ ഭാഷയിൽ പറയുന്ന പേരാണ് ഈദ്. ആവർത്തിച്ചാവർത്തിച്ച് വരുന്ന ഈ നടപടിക്ക് മുസ്ലിമീങ്ങൾക്ക് രണ്ട് ഈദേ ഉള്ളൂ. ഒന്ന് ഈദുൽ ഫിത്തർ, റമദാൻ പൂർത്തിയാക്കി ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തർ. രണ്ട്, ദുൽഹിജ്ജ മാസത്തിലെ ഈദുൽ അദ്ഹ. ഈ രണ്ട് ആഘോഷങ്ങളെ, ഈദുകളെ ആവർത്തിച്ച് വർഷം ആചരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് അനുവാദമുള്ളൂ. അതിനപ്പുറത്തൊരു ആഘോഷം, ഒരു ജന്മദിനാഘോഷവും, സ്വന്തം ജന്മദിനമാകട്ടെ, വാപ്പാന്റെ ആകട്ടെ, ഉമ്മായാകട്ടെ, ആണ്ടാഘോഷമാകട്ടെ, ഒരു ഡേയും ആഘോഷിക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. പിന്നെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം. ഇത് വാദിക്കുന്നവർ, നടപ്പിലാക്കുന്നവർ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഞങ്ങൾക്കിത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. മുൻകാലങ്ങളിൽ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് പോലും. ദീനിൽ ഒരു തെളിവുമില്ലാത്ത ഈ ജന്മദിനാഘോഷത്തെ പറ്റി അവർ പറയുന്നത്. അതുകൊണ്ട് ഈദ് ആവർത്തിച്ച് ആചരിക്കുന്ന ദിവസങ്ങൾ, അത് കൊല്ലത്തിൽ 2 ദിവസങ്ങൾ ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. മറ്റൊരാഘോഷം നമുക്കില്ല. ഇതാണ് മറ്റൊരു കാര്യം. സഹോദരങ്ങളെ, സാധാരണക്കാരെ ഇവർ വഞ്ചിക്കുന്ന, വശംവദരാക്കുന്ന ഒരു ന്യായവാദമാണ് ഇത്. എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ആചരിച്ചു വരുന്നതല്ലേ. നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ അവരുടെ പാരമ്പര്യമല്ലേ, പൈതൃകമല്ലേ. ഞാൻ പറഞ്ഞു ഇതിന്റെ പാരമ്പര്യവും പൈതൃകവും എവിടെയാണ് ചെന്നെത്തുന്നത് എന്നത് ഞാൻ പറഞ്ഞു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൂർത്തിയാക്കി തന്ന ദീൻ, ആ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പിൻപറ്റാൻ പറഞ്ഞത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. കാരണവന്മാരിൽ നിന്നല്ല, നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ നിന്നല്ല, നാട്ടിലെ സമ്പ്രദായങ്ങളിൽ നിന്നല്ല. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം മുസ്ലിമീങ്ങളെ. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരികൾ, ഇസ്ലാമിക രാജ്യത്തെ വലിയുൽ അംർ, അവരെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിൽ ഭിന്നിപ്പിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങളുടെ ഭരണാധികാരികളിലേക്കോ നാട്ടിലെ സമ്പ്രദായങ്ങളിലേക്കോ മടക്കണമെന്നല്ല പറഞ്ഞു. അവിടെ പറഞ്ഞില്ല. മറിച്ച് നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്. ഇതാർക്കാണ്? അല്ലാഹുവിന് ഈമാനുള്ളവർക്ക്, വൽയൗമിൽ ആഖിർ, ഖിയാമത്ത് നാൾ പരലോകത്തിൽ ഈമാനുള്ളവർക്ക്. ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല, അതാണ് അവർക്ക് നന്മയും ഏറ്റവും നല്ല പര്യവസാനം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മടക്കേണ്ടത്, അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിയിട്ടാണ്. ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ആരാണ് ഇക്കാലഘട്ടത്തിൽ ചെയ്യാത്തത്? നമ്മുടെ നാട്ടിൽ
ഇതാചരിക്കാത്തവർ ആക്ഷേപിച്ചു കൊണ്ട് പറയുന്നത് ഇന്നോ ഇന്നലെയോ കടന്നു വന്ന ഇങ്ങളെ പോലെയുള്ള പുത്തൻവാദികൾ, പുത്തൻ കൂറ്റുകാർ, ബാക്കി എല്ലാ മുസ്ലിമീങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഇത് കൊണ്ടാടുന്ന ആഘോഷിക്കുന്നവർ ആധിക്യം പറഞ്ഞ് സാധാരണക്കാരെ അവർ വെട്ടിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. ഭൂമിയിൽ അധിക പേരെയും ഭൂരിപക്ഷത്തെ നീ അനുസരിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു കളയും. ഭൂരിപക്ഷത്തെ അനുസരിക്കാനല്ല അള്ളാഹു പറഞ്ഞത്. ഫമിൻഹും മുഹ്തദിൻ വകസീറും മിൻഹും ഫാസിഖൂൻ. മനുഷ്യരിൽ കുറച്ചാളുകളായിരിക്കും സന്മാർഗം പ്രാപിക്കുന്നവർ. വകസീറും മിൻഹും, അവരിൽ അധിക പേരും ബഹുഭൂരിപക്ഷവും സന്മാർഗത്തിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്നവരാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇനി ഞങ്ങൾക്ക് ഇത് വേണ്ടതില്ല. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മൗലാനമാർ, ഞങ്ങളുടെ തങ്ങന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ അവരിത് കൊണ്ടാടിയിട്ട് നരകത്തിൽ പോവുകയാണെങ്കിൽ ആ നരകത്തിൽ ഞങ്ങളും പോയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. മറ്റേ മൗലാനയും ഈ പുരോഹിതനും ഈ മൊയ്ലേരുമില്ലാത്ത സ്വർഗത്തിൽ നമുക്ക് സീറ്റ് വേണ്ടടോ എന്ന് ന്യായം പറയുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന നരകാവകാശികളുടെ ജൽപ്പനമായി ഖുർആനിൽ എടുത്തു പറയുന്ന ചില വാചകങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അന്ന് നരകത്തിൽ അവർ മുഖം കുത്തി വീഴുന്ന ദിവസം. യഖൂലൂൻ, അവർ പറയും, യാ ലൈതന അതഅന അല്ലാഹു വ അതഅന റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കിതാബിനെയും സുന്നത്തിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ ഞങ്ങൾക്കത് സാധിച്ചില്ല. നരകാവകാശികൾ ജൽപ്പിക്കുമെന്നാണ്. റബ്ബന വഖാലു റബ്ബന ഇന്ന അതഅന സാദാതന വകുബറാഅന ഫഅളല്ലൂന സബീല. ഖുർആനും സുന്നത്തും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും അനുസരിച്ചു പോയല്ലോ, ഈ ഗതി വന്നല്ലോ. ഫഅളല്ലൂന സബീല, നിന്റെ ദീനിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ അവർ വഴിതെറ്റിച്ചു കളഞ്ഞല്ലോ, ഞങ്ങളെ അവർ ളലാലത്തിലാക്കിയല്ലോ എന്നവരോട് പരിതപിക്കും. എന്നിട്ട് ഈ ചെയ്ത പ്രമാണികൾക്കും പുരോഹിതന്മാർക്കും ഈ അനാചാരങ്ങളുടെ മുൻപിൽ നടന്ന് മുസ്ലിം ഉമ്മത്തിനെ വഴിതെറ്റിച്ചവർക്കുമെതിരെ അവർ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്. നരകത്തിലെ ആളുകൾ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചിട്ടാണ് ആ സാധാരണക്കാർ ദുആ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ നരകത്തിൽ ഞങ്ങളിതാ ശിക്ഷ അനുഭവിക്കുന്നു. ഇവർക്ക് ഞങ്ങളിതിലേക്ക് നയിച്ച പുരോഹിതന്മാർക്കും നേതാക്കന്മാർക്കും ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ നീ നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് കൊടുത്ത പോലെ നൽകരുത്. കാരണം ഞങ്ങളെ തെറ്റിച്ചത് ഇവരാണ്. വൽഅൻഹും ലഅനൻ കബീറ, വൻ ശാപം അവർക്കുമേൽ നീ ചൊരിയണമേ, നിന്റെ കാരുണ്യത്തിൽ നിന്ന് അവരകറ്റണമേ എന്നവർക്കെതിരെ സാധാരണക്കാർ നരകത്തിന്റെ പടുകുഴിയിൽ പരിതപിക്കുന്ന ജൽപ്പനങ്ങൾ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നു. അതുകൊണ്ട് ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കിതാബിനെയും സുന്നത്തിനെയും അത് കേട്ട് പ്രവർത്തിച്ച് മാതൃകയാക്കി നമുക്ക് ബാക്കി വെച്ച സലഫു സാലിഹ്യങ്ങളെയും അല്ലാതെ അള്ളാഹു മാർഗത്തിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തുകയും മരണം വരെ അതിലായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.